ഹൃദയത്തെ ശുദ്ധീകരിക്കുക 4 രീതിയിലാണ് ഹൃദയം 4 രീതിയിലാണ്. ഒന്ന് ഖൽബുൻ അജ്റദുൻ, പ്രകാശമുള്ള ഹൃദയം. ചില ആളുകൾ നമ്മളോട് അസ്സലാമു അലൈക്കും പറഞ്ഞ് മുസാഫത്ത് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലൊരു സന്തോഷമാണ്. ഈ സലാം പറയുമ്പോൾ തന്നെ ചില ആൾക്കാരെ മനസ്സിലിങ്ങനെ അല്ലേ, കല്യാണത്തിനൊക്കെ പോയി 3ഉം 4ഉം പ്രാവശ്യമൊക്കെ ചോറിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. ഉപ്പാപ്പയെ നോക്കിയിട്ട് ചില ചെറുപ്പക്കാർ പറയും പാപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് പോവാറായില്ലേ, കവറി പോവാറായി 8 പ്രാവശ്യം ആയല്ലോ എന്നാ ചോദിക്കുന്നത്. ആ സലാമല്ല, അല്ലാതെ അസ്സലാമു അലൈക്കും ഒരു സ്നേഹത്തോടു കൂടി തുറന്ന മനസ്സോടു കൂടി സലാം പറയുന്ന ചില വ്യക്തികൾ സലാം പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. ചിലരെ കാണുമ്പോൾ, ചിലരെ അടുത്ത് നിന്നിരിക്കുമ്പോൾ, ചിലരെ മുസാഫത്ത് ചെയ്യുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത റാഹത്താണ്. ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിന് വെളിച്ചമുണ്ടാവും. നമ്മുടെ മനസ്സിൽ ആരോടും ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഒന്നും നമുക്ക് പേടിക്കാനില്ല. ലാസ്റ്റ് ഘട്ടം നമുക്ക് വിജയമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമുക്കൊക്കെ വിജയം തരുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ ഒന്നാമത്തത് വെളിച്ചമുള്ള ഹൃദയമാണ്. ഈ ഹൃദയമാണ് നമ്മൾ ആവേണ്ടത്. ചില സഹോദരിമാരില്ലേ, നമ്മുടെ വീട്ടിലേക്ക് ചില ഉമ്മമാര് വരുമ്പോ പറയും ആ കിളയി വരുന്നു, ഇനി ഇവിടെ ആകെ മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം നമ്മെ പേടിച്ച് കഴിയുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. അയാളിതാ വരുന്നു, ഇനി മൊത്തം വസാദ് ഈവത്ത് വരും, ഒന്നും പറയാൻ പാടില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ മനസ്സിലൊരു വല്ലാത്ത സന്തോഷവും റാഹത്തും ഉണ്ടാവണം. അതാണ് വെളിച്ചമുള്ള ഹൃദയം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നതാരാ? ബിഖൽബിൻ സലീം, സലീമായ ഹൃദയമുള്ളവരല്ലാതെ, സലീമായ ഹൃദയമുള്ളവർക്കല്ലാതെ പടച്ചോന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ആരാണ് സലീമായ ഹൃദയമെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ അസൂയയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, മത്സരമില്ലാത്ത, കളങ്കമില്ലാത്ത, തെറ്റുകളില്ലാത്ത, തിന്മയില്ലാത്ത, കൂടത്തരങ്ങളില്ലാത്ത, വൃത്തികേടുകളില്ലാത്ത, വൃത്തിഹീനതകളില്ലാത്ത, ഏറ്റവും മോശത്തരങ്ങളുടെ അവസ്ഥകളൊന്നുമില്ലാത്ത പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളാണ് അവരെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഹൃദയം ഖൽബുൻ അഗ്ലഖുൻ, അടച്ചു കളഞ്ഞ ഹൃദയമാണ്. അള്ളാഹു ചില ഹൃദയങ്ങളെ അടക്കി. അള്ളാഹുവിന്റെ ഖുർആനിൽ 2 ഹൃദയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് അള്ളാഹു അടച്ചു സീല് വെച്ച ഹൃദയം, ഇനി തുറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഹൃദയം. മറ്റൊന്ന് ഈമാൻ കൊണ്ട് അള്ളാഹു സീല് വെച്ച ഹൃദയം. 2 ഹൃദയങ്ങളെ കുറിച്ച് പറയും. 2 ഹൃദയത്തിൽ സീല് വെക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഒന്ന് ഈമാൻ കൊണ്ട് അള്ളാഹു സീല് വെച്ചു. 2 ഇനി തുറക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു സീല് വെച്ചു. തുറക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു സീല് വെച്ചത് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം പരിശോധിക്കുമ്പോൾ കാണാം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവത്തുൻ വലഹും അദാബുൻ അലീം. പ്രവാചകന്മാർ കൊണ്ടുവന്ന പ്രബോധനത്തിന്റെ കവാടങ്ങളെ കബറടക്കിപ്പോടെ ഹതഭാഗ്യരാണവര്. അവര് നന്മ കേട്ടിരുന്നില്ല, അവര് നന്മ ചിന്തിച്ചിരുന്നില്ല, അവര് നന്മ സ്വീകരിച്ചിരുന്നില്ല. അല്ലാഹുവിന്റെ ഹൃദയത്തിന് സീല് വെച്ചിരിക്കുകയാണ്, അവരുടെ കാതുകൾക്ക് സീല് വെച്ചിരിക്കുകയാണ്, അവരുടെ കണ്ണുകൾക്ക് സീല് വെച്ചിരിക്കുകയാണ്. നന്മയൊന്നും കാണാൻ അവർക്ക് കഴിയില്ല. പെരുങ്കുളത്ത് വാല് കേൾക്കാമെന്നവര്, അല്ലാഹു അങ്ങനെ സീല് വെച്ചവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ വാല് നിങ്ങൾക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയില്ല. പകുതിയാകുമ്പോൾ അങ്ങോട്ട് മാറി മാറി പോകും, പകുതിയാകുമ്പോൾ തിരിഞ്ഞു പോകും. നല്ലതുപോലെ കേട്ടുകൊണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കടയുടെ ഭാഗത്ത് വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്തിനാവുന്നത് പ്രസംഗം കേൾക്കാനാവുന്നത്? അവിടെ തിരക്കാണ്, പോയിരിക്കാൻ സ്ഥലമില്ല. കടയിൽ പോയി ചായ കുടിച്ചിട്ട് വരാ, വെള്ളം കുടിച്ചിട്ട് വരാ, സിഗരറ്റ് വലിച്ചിട്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് റോഡിന്റെ ഭാഗത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നെ വിളിച്ചുകൊണ്ട് കടയിലേക്ക് ചെല്ലുകയാ. അവിടെ പോയിരുന്നുകൊണ്ട് സംസാരങ്ങൾ മാറി മാറി പോകുകയാ. ഇവിടെ പ്രഭാഷണം നടക്കുമ്പോ അത് കേൾക്കാൻ നിനക്ക് കഴിയാത്തതെന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ കാതിൽ സീല് വെച്ചിരിക്കുകയാ. അത് കേട്ടിട്ട് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ബിംബങ്ങളെ പോലെ, പ്രതിമകളെ പോലെ കസേരയിൽ വന്നിരുന്ന് 2 മണിക്കൂർ കേട്ടിട്ട് മയ്യത്തുകളെ പോലെ എഴുന്നേറ്റ് പോയാൽ ഉപയോഗമില്ല.
എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? അല്ലാഹു സീൽ വെച്ചിരിക്കുകയാ. എത്രയോ പ്രസംഗത്തിൽ പറഞ്ഞു പെങ്ങളെ സീരിയൽ വേണ്ട, റിയാലിറ്റി ഷോ വേണ്ട. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അതിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, എന്റെ ആരിഫമാരെ, എന്റെ ആയിഷമാരെ, ആമിനമാരെ, ഖത്തമല്ലോ. നിന്റെ പറവയ്ക്കപ്പുറത്ത്, നിന്റെ മത്തയ്ക്കപ്പുറത്ത്, നിന്റെ തഴമ്പിനപ്പുറത്ത്, നിന്റെ തസ്ബീഹിന് പുറത്ത് അല്ലാഹു സീൽ വെച്ചിരിക്കുന്ന പെണ്ണ്, അല്ലാഹു സീൽ വെച്ചിരിക്കുന്ന പെണ്ണ്. അതുകൊണ്ട് എത്ര വളരെ കേട്ടാലും സീരിയൽ ഞാനും മുടക്കൂല, റിയാലിറ്റി ഷോ ഞാനും മുടക്കൂല. ഏറ്റവും നല്ല വൃത്തികേടുകളുടെ കൂത്തരങ്ങളല്ലേ നമ്മുടെ വീട്ടിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ഹൗസ്, മലയാള ഹൗസ് എന്ന പേര് പറഞ്ഞുകൊണ്ട് എത്രയോ വൃത്തികേടുകളെ ചാരന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. 4 വയസ്സുള്ള 5 വയസ്സുള്ള പാവപ്പെട്ട പിഞ്ചുമക്കളെ കസേരയിൽ പിടിച്ചിരുത്തി മാതാപിതാക്കളുടെ ലൈംഗിക വീഴ്ചകളെ പോലും വിശദീകരിക്കുന്ന വൃത്തികെട്ട പ്രോഗ്രാമുകളെ തലയിൽ പട്ടമിട്ടുകൊണ്ടിരുന്ന കണ്ണ് കൈയടിക്കുന്ന പെണ്ണ്. കരയാൻ വേണ്ടി വിധിക്കപ്പെട്ടവളാണ് സ്ത്രീകളെന്ന് മനസ്സിലാക്കി അതേ അമ്മായിയെ കൊല്ലുന്ന, ഭർത്താവിനെ കൊല്ലുന്ന, നാത്തൂനെ കൊല്ലുന്ന, കൂടപ്പുറപ്പിന്റെ കൂടെ വിഷമുരുട്ടി പിതാവിന്റെ വാചകത്ത് വെച്ച് കൊടുക്കുന്ന, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അതേ അയൽവാസിയാതെ ചെറുപ്പക്കാരന്റെ കൂടെ സ്വന്തം കിടക്കറയിൽ കിടന്ന് ശയിക്കുന്ന പെണ്ണിന്റെ കഥ പറയുന്ന സീരിയല് പുരസ്കാരം കിടന്നിട്ടിരുന്ന് കാണുന്ന പെണ്ണേ. അല്ലാഹുവും ദാതാവിനെ മറന്നുപോകല്ല പൊന്നുപോട്. സൗകര്യം ഉണ്ടെങ്കിൽ നിർത്തിയാ മതി മോള്. ചീത്ത വിളിക്കുകയല്ല, ശകാരിക്കുകയല്ല, വഴക്കു പറയുകയല്ല. എത്രയോ 70% സ്ത്രീകൾക്ക് സ്ഥാനാർബുദം വന്നു കിടന്നു പെണ്ണ്. 70% സ്ത്രീകൾക്ക് ക്യാൻസർ വന്നു കിടന്നു പെണ്ണ്. പെരുങ്കുളത്ത് ജീവിക്കുന്ന പെങ്ങള്. അല്ലാഹുവിന്റെ ശരീരത്തിൽ ക്യാൻസർ വന്നാൽ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവില്ലേ, മാസാമാസം അയച്ചിരുന്ന 15,000 തികയൂര പോലെ, 20,000 തികയൂര പോലെ, അടിച്ചു വിളിക്കാനും ആഡംബരം നടത്താനും ചെലവഴിച്ച കോടിക്കണക്കിന് രൂപ തികയൂര പോലെ, സ്വന്തം പള്ളിയുടെ മുറ്റത്തേക്ക് സാട് വിരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് മക്കൾ പൈസ പിരിക്കേണ്ടുന്ന അവസ്ഥ വരും പൊന്നുപോലെ. ഇന്നലെ ഞാൻ കൊല്ലം ജില്ലയുടെ കൊളപ്പാടത്തിനടുത്ത് കേരളപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ട ഉസ്താദേ, എന്റെ ഉമ്മ മരിച്ചിട്ട് 3 ദിവസമായെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ സ്റ്റേജിൽ കയറി വരികയാ. ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഒന്നും എനിക്ക് എന്റെ ഉമ്മാക്ക് ചെയ്യാൻ കിടന്നിട്ടില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ നോക്കിയിരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വന്ന് എന്റെ കരം പിടിച്ചിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നു, എന്റെ ഉമ്മാക്ക് വേണ്ടി വാരക്കണേ ഉസ്താദ്, എനിക്ക് വേണ്ടി വാരക്കണ്ട. ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സിക്കാരന്റെ കയ്യിൽ പൈസയില്ല. 3 ദിവസമായിട്ടേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയിട്ട്. ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞ് സുരക്കതയിൽ തിറങ്ങിപ്പോകുമ്പോ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരെ, പണവും പവറുള്ളപ്പോ ചിരിയും കളിയും തമാശയും കൊണ്ട് നടന്നാ മതിയോ? എത്ര കാസറ്റിലൂടെ നിങ്ങൾ കേട്ടതാ സീരിയൽ വേണ്ടെന്ന്. പക്ഷെ നിർത്തിയിട്ടുണ്ടോ തെങ്ങളെ? 900-ഓളം വരുന്ന സ്ത്രീകളാണ് വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിന് വനിതാ ക്ലാസ്സിന് വന്നിട്ട് മരിക്കുന്നത് വരെ ഇനി സീരിയല് കാണൂല്ല എന്നെഴുതി ഒപ്പിട്ട് തന്നത് ചെറുപ്പക്കാര്. ഇവിടെ വന്നിട്ടുണ്ട് വള്ളക്കടവിലെ പ്രിയപ്പെട്ട ചോദ്യക്കുള്ള മുസ്ലിം ചെറുപ്പക്കാര്. ഞാൻ അവരെ സാക്ഷി നിർത്തിയിട്ടാ പറയുന്നത്. 900-ഓളം വരുന്ന സ്ത്രീകളാ പറഞ്ഞത് കാണൂല്ല, എന്ത് സംഭവിച്ചാലും കാണൂല്ല. സീരിയല് കണ്ടുള്ള ജീവിതം ഞങ്ങൾക്കില്ല ഉസ്താദേ. ധൈര്യമുണ്ടോ മുസ്ലിം പെണ്ണേ? അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പെരുങ്കുളത്തിന്റെ വേദിയിലെ കസേര എന്നുകൊണ്ട് പറയാൻ ധൈര്യമുണ്ടോ? നിനക്ക് ധൈര്യം വരില്ല. സീരിയലിന്റെ കഥയിൽ നീ അഡിക്റ്റായി പോയില്ല പെങ്ങള്, സിനിമയ്ക്ക് അഡിക്റ്റായി പോയില്ല പെങ്ങള്. ശക്തമായ തീരുമാനമെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. എന്തുകൊണ്ടാ? ഖത്തമല്ലോ അല്ലാഹു സീരി വെച്ചിരിക്കുന്ന പെണ്ണ്, നിന്റെ ഹൃദയത്തിൽ നന്മ ഉൾക്കൊള്ളാൻ കഴിയൂല. അല്ലാഹ് സീല് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാ തീരുമാനം എടുക്കാൻ പറ്റാത്ത. അള്ളാഹു ചില വ്യക്തികളെ സീല് വെക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില വ്യക്തികളെ 3 ജുമുഅ ചേർത്തുകൊണ്ട് മുടക്കിയാൽ അവന്റെ മനസ്സിൽ അള്ളാഹു സീലടിക്കും. പിന്നെ ആ സീല് അള്ളാഹ് തന്നെ മായ്ച്ചു കളഞ്ഞെങ്കിലും പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് പിന്നെ കഴിയില്ല. 3 ജുമുഅ ചേർത്തുകൊണ്ട് മുടക്കിയാൽ. അപ്പൊ നിങ്ങൾ പറയാം, അങ്ങനെയാണ് ഈ ആഴ്ച ഒന്ന് മുടക്കിയിട്ട് 2 ആഴ്ച നിസ്കരിച്ചിട്ട് പിന്നെ മുടക്കിയാലോ അല്ലേ? ഒത്തിരി ബുദ്ധി കൂടുതല. എല്ലാവരും ബുദ്ധി കൂടി മുഹറം നോമ്പില്ല,
ഷേബാൻ നോമ്പില്ല, ഒരു നോമ്പുമില്ല. റമദാൻ 15 ഉള്ളൂ. 17 അവൻ ആരാ പെറാണ്ടെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. ഇപ്പൊ പിറ ഇച്ചിരി കൂടുതല കാണാം. മറ്റത് ഒരു പിറ ഉണ്ടാവില്ല. ഇപ്പൊ 20-നൊക്കെ പിറ കാണാം. അത് ഭയങ്കര നിക്കറ് പോരെ, വെള്ളം ഒഴിക്കുമ്പോഴും നിക്കറാണ്. എന്തായാലും ചൊല്ലി ചൊല്ലി ഒരുപാട് ഉപയോഗം ഉണ്ടാക്കി ഇവിടെ അല്ലേ. നമ്മുടെ മുത്താരിന്റെ പേരന്റ് ഉസ്താദെ വലിയൊരു നമ്മൾ ശാളക്കിടാമാണ് അഷ്കർ ബാക്കിയാത്തിന് മുത്തവല് അഡ്മിഷനൊക്കെ കിട്ടി വലിയ റാഹത്തിലാണ്. നമുക്ക് സന്തോഷമായിട്ടൊന്നൊരു യാത്രയൊക്കെ നടത്തണം. അതൊരു നല്ലതാണ്, നാട്ടിലൊരു നന്മയാണ്.